മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നു. തൊടുപുഴയിലെ ക്രൂരമർദ്ദനമേറ്റ കുട്ടിയെ കണ്ട ശേഷം അദ്ദേഹം പുറത്തിറങ്ങി വിശദമായി തന്നെ ഡോക്ടർമാരുമായി സംസാരിക്കുകയും ചെയ്തു. ഇപ്പോൾ വളരെ നിർഭാഗ്യകരമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. യന്ത്ര സംവിധാനങ്ങളുടെ ആധുനിക കാലത്തെ മെച്ചം കൊണ്ട് തുടരുന്ന നില മാത്രമാണ് ഇപ്പോഴുള്ളത് എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. മെഡിക്കൽ ബോർഡ് ഇത്തരത്തിൽ തുടരട്ടെ എന്ന് പറഞ്ഞതുകൊണ്ട് തുടരുന്ന നിലയാണ് എടുത്തിട്ടുള്ളത്. കുട്ടിക്ക് സ്വന്തമായി ശ്വാസോച്ഛ്വാസം നടത്താൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയാണ് ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ നീങ്ങുന്നത്. സാധാരണ നിലക്ക് അതീവ ഗൗരവമായ അതീവം അതിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ നാം കാണണം. ആ സ്ഥിതിയിലാണ് കുട്ടി തുടരുന്നത്. ഇതാണ് അവസ്ഥ. അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് കുട്ടി. ഇപ്പോഴും യന്ത്രസഹായത്തോടെ മാത്രമാണ് ജീവൻ നിലനിർത്തുന്നത്. അല്പസമയം മുമ്പാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൊടുപുഴയിൽ രണ്ടാനച്ഛൻ്റെ ക്രൂരപീഡനത്തിന് ഇരയായ 7 വയസ്സുകാരനെ സന്ദർശിച്ചത്. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്. ഡോക്ടർമാരുമായി അദ്ദേഹം സംസാരിച്ചു. പക്ഷേ കുട്ടിയുടെ ആരോഗ്യനിലയിൽ യാതൊരു പുരോഗതിയുമില്ല, ആശാവഹമായ ഒന്നും പങ്കുവെക്കാനില്ല എന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി മടങ്ങുന്നത്. കുട്ടി ഇപ്പോഴും വെന്റിലേറ്ററിലാണ്, വെന്റിലേറ്റർ സഹായത്തിലാണ്. അതിനിടെ കുട്ടിയുടെ മർദ്ദിച്ച പ്രതിക്കെതിരെ പോക്സോ ചുമത്തി എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഇതാണ് തൊടുപുഴ കുട്ടിയുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ.